മാലദ്വീപ് ഏർപ്പെടുത്തിയ വിലക്കിനു പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. മാലദ്വീപിലുള്ള പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിലവിൽ മാലദ്വീപിൽ കഴിയുന്ന പൗരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അവരെ സഹായിക്കൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. ഇരട്ട പൗരത്വമുള്ളവരാണെങ്കിലും ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിവർഷം 10 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ദ്വീപിൽ ഇസ്രായേലിൽ നിന്ന് ഏകദേശം 15,000 വിനോദസഞ്ചാരികൾ എത്താറുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗസയിൽ വംശഹത്യ നടത്തുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപ് വിലക്കേർപ്പെടുത്തിയത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇസ്രായേൽ പൗരന്മാരെ വിലക്കാൻ നിയമഭേദഗതി നടത്താനും തീരുമാനമായി. ഫലസ്തീൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തെ സഹായിക്കാനും UN സഹായ ഏജൻസിക്ക് ധനസഹായം നൽകാനും മാലദ്വീപ് തീരുമാനിച്ചിട്ടുണ്ട്. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യവ്യാപകമായി റാലികൾ നടത്തും. മന്ത്രിസഭാ തീരുമാനം ആഭ്യന്തര സുരക്ഷ ടെക്നോളജി മന്ത്രി അലി ഇഹ്സാനാണ് അറിയിച്ചത്. നേരത്തെ റഫയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ മാലദ്വീപ് അപലപിച്ചിരുന്നു. അതേസമയം ഗസയിൽ ഇസ്രായേലിനെ കൊണ്ട് സ്ഥിരം വെടിനിർത്തലിന് സമ്മതിപ്പിക്കാൻ US നീക്കം തുടങ്ങി. ആദ്യം 6 ആഴ്ചയ്ക്കും പിന്നീട് സ്ഥിരം വെടിനിർത്തലിനും കളമൊരുക്കും വിധം വെടിനിർത്തൽ പദ്ധതി US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ചിരുന്നു. ഇതിനു പിന്നാലെ ഗസയിൽ ഹമാസിനെ തകർക്കാതെ പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചതോടെ ബൈഡൻ വെട്ടിലായി. നേരത്തെ ബൈഡന്റെ വാക്ക് തള്ളി റഫേൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രായേൽ വീണ്ടും US പ്രസിഡന്റിനെ തള്ളിയതോടെ അമേരിക്ക ജാള്യരായി. ഇതേ തുടർന്നാണ് ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ അംഗീകരിപ്പിക്കാൻ US നീക്കം ശക്തിപ്പെടുത്തിയത്. ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പ്ലാൻ ഹമാസ് അംഗീകരിച്ചാൽ ഇസ്രായേലും അംഗീകരിക്കുമെന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു. ഇത് ഇസ്രായേലിന്റെ പദ്ധതി തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.